നമസ്കാരം, യു അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് CSE BPSC അങ്ങനത്തെ SSC എക്സാംസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇതെല്ലാ ടോപ്പിക്സിൽ നിന്നും കൂടെയുള്ള ക്വസ്റ്റ്യൻസ് മിക്സഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിലും അതിനുള്ള റൂളുകളും കാര്യങ്ങളും പറഞ്ഞു പോകും. എമംഗ് ദ 4 സിസ്റ്റേഴ്സ് ലീന ഈസ് ദ ഡാഷ്. അപ്പം എമംഗ് 4 സിസ്റ്റേഴ്സ് 4 സിസ്റ്റേഴ്സ് ലീന ഈസ് ദ ഡാഷ്. ഓപ്ഷൻസ് എൽഡസ്റ്റ്, എൽഡർ, ഓൾഡർ, ഓൾഡസ്റ്റ്. അപ്പോൾ ഇവിടെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും എന്താ, ബ്ലഡ് റിലേഷന്, രക്തബന്ധമുള്ളവരാ. അപ്പോൾ രക്തബന്ധമുള്ളവർക്ക് തമ്മിൽ പറയുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? എൽഡർ എൽഡസ്റ്റ് ആണോ, ഓൾഡർ ഓൾഡസ്റ്റ് ആണോ? രക്തബന്ധമുള്ളവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എൽഡർ ഓർ എൽഡസ്റ്റ് ആണ് രക്തബന്ധം ഉള്ള കേസിൽ യൂസ് ചെയ്യുന്നത്. രക്തബന്ധം ഇല്ലാത്ത കേസിലാണ്, ബ്ലഡ് റിലേഷൻ ഇല്ലെങ്കിൽ ഓൾഡർ ഓൾഡസ്റ്റ് യൂസ് ചെയ്യുന്നത് എവിടെയാ? നോ ബ്ലഡ് റിലേഷൻ. ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ടത് എന്താ? എൽഡർ ഓർ എൽഡസ്റ്റ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 സിസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 പേരാണെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യാമായിരുന്നു. അതേസമയം ഇത് 2 കൂടുതലുള്ള കേസ് വരുമ്പോഴത്തേനും നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? സൂപ്പർലേറ്റീവ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറയുമ്പോഴത്തേനും ST, എൽഡസ്റ്റ്. അപ്പം എൽഡസ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുമല്ല 2 കൂടുതൽ വന്നിട്ടുണ്ട്. 2 കൂടുതൽ വരുമ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ? സൂപ്പർലേറ്റീവ് ഫോം. ഇപ്പോൾ ഇവിടെ ആൻസർ എന്നാ? എൽഡസ്റ്റ് ആണ് ഇവിടെ ആൻസർ. അപ്പോൾ ഇതിൽ 2 പോയിൻറ്റ്സ് ആണ് ഓർക്കേണ്ടത്. ബ്ലഡ് റിലേഷൻ വന്നു കഴിഞ്ഞാൽ എൽഡർ ഓർ എൽഡസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലഡ് റിലേഷൻ ഇല്ലാത്തതിനാണ് ഓൾഡർ ഓർ ഓൾഡസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 4 സിസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 അതിൽ കൂടുതൽ, 2 കൂടുതൽ വന്നു കഴിഞ്ഞാൽ 2 എണ്ണമാണെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ് യൂസ് ചെയ്യാമായിരുന്നു. 2 കൂടുതൽ വന്ന കാരണം നമ്മൾ സൂപ്പർലേറ്റീവ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ എൽഡസ്റ്റ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഹിയർ ഇറ്റ് ഓൺ ദ ഗ്രേപ്പ് വൈൻ. ഹിയർ ഇറ്റ് ഓൺ ദ ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ എന്നാ? സ്പ്രെഡ് റൂമേഴ്സ്. സ്പ്രെഡ് റൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ, അനാവശ്യങ്ങൾ, ഊഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരത്തുക. അപ്പം ഹിയർ ഇറ്റ് ഓൺ ദ ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ എന്നാ? സ്പ്രെഡ് റൂമേഴ്സ്. നമുക്കൊരു ധാരണയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചും കേട്ടുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നത്. ഇനി സ്വാൻ സോങ്. സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ എന്നാ? ദ ലാസ്റ്റ് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ്. സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ്. ഒരു ആർട്ടിസ്റ്റിൻ്റെയോ ഒരു അത്ലറ്റിൻ്റെയോ ഒക്കെ അവസാനത്തെ ആ ഒരു പെർഫോമൻസ് ഇല്ലേ, അതിന് പറയുന്നതാണ് സ്വാൻ സോങ് എന്ന് പറയുന്നത്. എ ബിഗ് ബഗ്. ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ എന്നാ? എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളെ പറയുന്നതാണ് ബിഗ് ബഗ്. ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ സെൽഡം, വല്ലപ്പോഴും, റയറായിട്ട്. ഇപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ സെൽഡം, വല്ലപ്പോഴും, റയറായിട്ടൊക്കെ. ഇപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ അതെപ്പോഴും ചോദിക്കുന്നതാണ്, ഓർത്തോണം, സെൽഡം. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്നാ? ഒരു മീനിനെ എടുത്ത് പുറത്തോട്ടത് വെള്ളത്തിലില്ലാതെ മാറ്റി കരക്കിട്ട് കഴിഞ്ഞാൽ എന്നാ? അതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലല്ലേ, അതിന് വെള്ളത്തിലല്ലേ കിടക്കേണ്ടി. അപ്പോൾ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്നാ? ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ. അപ്പം മീനിനെ വെള്ളത്തിന് പുറത്ത് എടുത്തിടുക എന്നുള്ളതിൻ്റെ അർത്ഥം വെച്ച് തന്നെ ഓർത്താൽ മതി, ഇത് കിട്ടും. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ.
അപ്പോൾ നമുക്ക് കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നോക്കാം. കറേജ് എക്സൈറ്റഡ് ബൈ വൈൻ, അതായത് മധ്യവർഗത്തിൽപ്പെട്ട സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രത്യേക ധൈര്യം, അതിന് പറയുന്നത് എന്താ? ഡച്ച് കറേജ്. അപ്പം മധ്യവർഗത്തിൽപ്പെട്ട സാധനങ്ങൾ വൈനൊക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കറേജിന് പറയുന്നതാണ് ഡച്ച് കറേജ്. ഇപ്പോൾ കറേജ് എക്സൈറ്റഡ് ബൈ വൈൻ, മദ്യവും മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ധൈര്യത്തിന് പറയുന്നതാണ് ഡച്ച് കറേജ്. എ റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ്, അതിന് പറയുന്നത് എന്താ? അതായത് ഒരു ലാംഗ്വേജിൻ്റെ തന്നെ ഓരോ റീജിയൻസിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് പറയുന്ന വൺ വേർഡ് എന്താ? ഡയലക്റ്റ്. റീജിയണൽ വെറൈറ്റി ഓഫ് ലാംഗ്വേജിന് പറയുന്ന വേർഡ് ഡയലക്റ്റ്. വൺ ഹൂ വാക്സ് ഇൻ സ്ട്രീറ്റ് ആൻഡ് സെൽസ് സ്മോൾ ആർട്ടിക്കിൾസ്, ഇപ്പോൾ തെരുവിൽ കൂടെയൊക്കെ നടന്ന് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്നവരെ പറയുന്ന വൺ വേർഡ് പെഡ്ലർ. ഇപ്പം തെരുവുകളിൽ കൂടെ ചെറിയ സ്ട്രീറ്റ്സിൽ കൂടെയൊക്കെ നടന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വിൽക്കുന്നവരെ പറയുന്ന വേർഡാണ് പെഡ്ലർ. അപ്പോൾ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. PEDLAR ആണ് പെഡ്ലർ. അപ്പം തെരുവുകളിൽ കൂടെയും മറ്റുമൊക്കെ നടന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്നവരെ പറയുന്നതാണ് പെഡ്ലർ. PEDLAR. പെൻ നെയിം അഡോപ്റ്റഡ് ബൈ എ റൈറ്റർ, ഇപ്പോൾ ഒരു റൈറ്ററിൻ്റെ തൂലിക നാമങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന അതിന് പറയുന്നതാണ് സ്യൂഡോണിം. PSEUDONYM. അപ്പോൾ സ്പെല്ലിംഗ് ഒന്ന് ഓർത്തോണം. PSEUDONYM. പെൻ നെയിം അഡോപ്റ്റഡ് ബൈ എ റൈറ്റർ എന്ന് പറയുന്നതാണ് സ്യൂഡോണിം. എ പേഴ്സൺ ഹൂ ലീവ്സ് ഇൻ വാണ്ടറിങ് ലൈഫ്, അപ്പോൾ ഒരു അലങ്ങി തിരിഞ്ഞുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളുകളെ പറയുന്നത് എന്താ? വാഗാബോണ്ട്. പേഴ്സൺ ഹൂ ലീവ്സ് എ വാണ്ടറിങ് ലൈഫ്, അലങ്ങി തിരിഞ്ഞുള്ള ജീവിതം നയിക്കുന്നവരെ പറയുന്നതാണ് വാഗാബോണ്ട്. VAGABOND. ദ നമ്പർ ഓഫ് സോൾജേഴ്സ് കിൽഡ് ഇൻ ദ വാർ ഡാഷ് നോട്ട് ലാർജ്. അപ്പം ഓപ്ഷൻസ് വെയർ, വാസ്, ബി, ഈസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റൂള്. എ നമ്പർ ഓഫ് കഴിഞ്ഞ് എന്താ യൂസ് ചെയ്യേണ്ടത്? പ്ലൂറൽ വേർബും ദ നമ്പർ ഓഫ് കഴിഞ്ഞ് എന്താ? സിംഗുലർ വേർബും. അപ്പം എ നമ്പർ ഓഫ് കഴിഞ്ഞാണേൽ പ്ലൂറൽ വേർബ്, ദ നമ്പർ ഓഫ് കഴിഞ്ഞാണേൽ എന്താ? സിംഗുലർ വേർബ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ്റെ കൂടെ അങ്ങ് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഒരു ടോപ്പിക്ക് തന്നെ അങ്ങ് പഠിച്ച് അങ്ങനെ കവർ ചെയ്യുന്നതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വൈസ് അതുമായിട്ട് റിലേറ്റഡ് റൂൾ അങ്ങ് പഠിച്ചു പോകുന്നതാണ് കുറച്ചും കൂടെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കേസിൽ യൂസ്ഫുൾ. അതാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എഴുതാൻ പോകുമല്ലോ. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിൽ മാക്സിമം പെട്ടെന്ന് പഠിച്ച് ഷോർട്ട് കട്ടൊക്കെ വെച്ച് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ടാണ് എന്താ? പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. ദ നമ്പർ ഓഫ് കഴിഞ്ഞാണെങ്കിലോ സിംഗുലർ വെർബ്. അപ്പോൾ ഇവിടെ കിൽഡ് വന്നിട്ടുണ്ട്, അപ്പോൾ അത് പാസ്റ്റ് ടെൻസിലുമാണ്. അപ്പോൾ ഇവിടെ ഏതാ യൂസ് ചെയ്യേണ്ടത്? വാസ്. ദ നമ്പർ ഓഫ് സോൾജേഴ്സ് കിൽഡ് ഇൻ ദ വാർ വാസ് നോട്ട് ലാർജ്. അപ്പം ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. എ നമ്പർ ഓഫ് കഴിഞ്ഞാണ് പ്ലൂറൽ വെർബും യൂസ് ചെയ്യണം. ദ നമ്പർ ഓഫ് കഴിഞ്ഞാണ് എന്താ? സിംഗുലർ വെർബും യൂസ് ചെയ്യണം. ദ പോലീസ് ഡാഷ് സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ടു ദ ചീഫ് മിനിസ്റ്റർ. അപ്പം ഓപ്ഷൻസ് ഹാസോ ഹാവ് ആണ്. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് എന്താ? പ്ലൂറൽ ആശയത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരേണ്ടത് എന്താ? പ്ലൂറൽ വേർബ് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഹാവ് ആണ്. ഇതിൻ്റെ കൂടെ ആൻസർ വരുന്നത് പോലീസ് ഹാവ് സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ടു ദ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ പോലീസൊക്കെ എന്ന് പറയുന്നത് പ്ലൂറൽ ആശയത്തിൽ ഉപയോഗിക്കുന്ന വേർഡ്സാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്ലൂറൽ ആശയത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് നമുക്ക് പഠിച്ചാലോ. പീപ്പിള്, പിന്നെന്താ വരുന്നത്? ക്യാറ്റില്, ക്ലോത്ത്സ്, സേവിങ്സ്,
സ്റ്റെയേഴ്സ്, സ്റ്റാഫ്, ഗുഡ്സ്, ലൈഫ് സ്റ്റോക്ക്, ഏർണിങ്സ്, ബിലോങ്ങിങ്സ്. അപ്പം പോലീസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ആശയത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ആയതുകൊണ്ട് ഇവിടെ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്ലൂറൽ ആശയത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സാണ് പീപ്പിള്, ക്യാറ്റിൽ, ക്ലോത്ത്സ്, സേവിങ്സ്, സ്റ്റെയേഴ്സ്, സ്റ്റാഫ്, ഗുഡ്സ്, ലൈഫ് സ്റ്റോക്ക്, ഏർണിങ്സ്, ബിലോങ്ങിങ്സ്. സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും നോക്കാം. അപ്പോൾ പ്ലൂറൽ ഫോം ഓഫ് ഗൂസ്, ഗൂസിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ഗീസ്, GEESE. അപ്പോൾ ഗൂസ് സിംഗുലർ, ഗീസ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം. ലൗസിൻ്റെ പ്ലൂറൽ ഫോം എന്നാ? ലൗസിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ലൈസ്. അപ്പോൾ ലൗസിൻ്റെ പ്ലൂറൽ ഫോം ലൈസ്. ബേസിസിൻ്റെ പ്ലൂറൽ ഫോമോ? ബേസിസിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ബേസസ്. ബേസിസിൻ്റെ പ്ലൂറൽ ഫോം സ്പെല്ലിംഗ് ഓർത്തോണം, ബേസസ്. മീഡിയത്തിൻ്റെ പ്ലൂറൽ, മീഡിയത്തിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് മീഡിയ. മീഡിയത്തിൻ്റെ പ്ലൂറൽ മീഡിയ. സ്പൂൺഫുള്ളിൻ്റെ പ്ലൂറൽ വരുന്നത് സ്പൂൺഫുൾസ്. സ്പൂൺഫുള്ളിൻ്റെ പ്ലൂറൽ സ്പൂൺഫുൾസ്. ടീയുടെ പ്ലൂറൽ ടീസ്. ടീയുടെ പ്ലൂറൽ ടീസ്. ഡേറ്റത്തിൻ്റെ പ്ലൂറൽ ഡേറ്റ. ഡേറ്റത്തിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ഡേറ്റ. ബൂട്ടിൻ്റെ പ്ലൂറൽ ബൂട്ട്സ്. ബൂട്ടിൻ്റെ പ്ലൂറൽ ബൂട്ട്സ്. ക്രൈറ്റീരിയൻ്റെ പ്ലൂറൽ ക്രൈറ്റീരിയ. ക്രൈറ്റീരിയൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ക്രൈറ്റീരിയ. ഹീറോയുടെ ഹീറോസ്. ഹീറോയുടെ വരുന്നത് ഹീറോസ്. സ്പെല്ലിങ് ഓർക്കണം, HERO ഹീറോ. ഹീറോസ് എന്ന് പറയുന്നത് HEROES. അപ്പോൾ ഹീറോയുടെ പ്ലൂറൽ എന്ന് പറയുന്നത് ഹീറോസ്. റിനോസറസിൻ്റെ പ്ലൂറൽ റിനോസറസസ്. റിനോസറസിൻ്റെ പ്ലൂറൽ റിനോസറസസ്. ROSES. RHINOCEROSES. റിനോസറസിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് റിനോസറസസ്. ഡൈനാമോയുടെ പ്ലൂറൽ ഡൈനാമോസ്. ഡൈനാമോയുടെ പ്ലൂറൽ ഡൈനാമോസ്. സീരീസിൻ്റെ പ്ലൂറൽ എന്താ? സീരീസ് തന്നെ. സീരീസിൻ്റെ സിംഗുലറും പ്ലൂറലും എല്ലാം സീരീസ് തന്നെയാണ്. ഇൻഫർമേഷൻ്റെയും സിംഗുലറും പ്ലൂറലും എല്ലാം ഇൻഫർമേഷൻ തന്നെയാണ്. അപ്പോൾ സീരീസും ഇൻഫർമേഷനും ഒന്ന് ഓർത്തോണം. സീരീസിൻ്റെ ഇൻഫർമേഷൻ്റെ ഒക്കെ സിംഗുലറും പ്ലൂറലും അത് തന്നെയാണ്. സീരീസിൻ്റെ സീരീസ് തന്നെ, ഇൻഫർമേഷൻ്റെ ഇൻഫർമേഷൻ തന്നെയാണ്. നെബുലാടെ നെബുലേ. നെബുലാടെ വരുന്നത് നെബുലേ. NEBULAE. സ്പെല്ലിംഗ് ഒന്ന് ഓർത്തോണം. നെബുലാടെ വരുന്നത് നെബുലേ, NEBULAE. ലീഫിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ലീവ്സ്. ലീഫിൻ്റെ പ്ലൂറൽ ലീവ്സ്. ലാർവയുടെ പ്ലൂറൽ ലാർവേ, LARVAE. ലാർവയുടെ വരുന്നത് ലാർവേ, LARVAE. നൈഫിൻ്റെ നൈഫ്സ്, KNIVES. സ്പെല്ലിങ് ശ്രദ്ധിച്ചോണം. നൈഫിൻ്റെ വരുന്നത് നൈഫ്സ്. സ്പെല്ലിങ് വരുന്നത് KNIVES. കാഫിൻ്റെയോ കാവ്സ്, അത് CALVES. അതും സ്പെല്ലിങ് നോക്കണം. കാഫിൻ്റെ പ്ലൂറൽ വരുന്നത് കാവ്സ്, CALVES. മാൻ സെർവൻറ്റിൻ്റെ മെൻ സെർവൻസ്. മാൻ സെർവൻറ്റിൻ്റെ വരുന്നത് മെൻ സെർവൻസ്. മെൻ സെർവൻറ്റിൻ്റെ പ്ലൂറൽ മെൻ സെർവൻസ്. ഷീപ്പ് തന്നെ. ഇപ്പോൾ ഷീപ്പിൻ്റെ പ്ലൂറൽ വരുന്നത് ഷീപ്പ് തന്നെയാണ്. ക്രൈസിസിൻ്റെ പ്ലൂറൽ വരുന്നത് ക്രൈസസ്. സ്പെല്ലിങ് ശ്രദ്ധിച്ചോണം. ക്രൈസിസിൻ്റെ പ്ലൂറൽ വരുന്നത് ക്രൈസസ്, CRISES. ഇപ്പോൾ ക്രൈസിസിൻ്റെ പ്ലൂറൽ വരുന്നത് ക്രൈസസ്. സ്പെല്ലിങ് CRISES.
നമുക്കടുത്തായിട്ട് കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ് നോക്കാം. GOAL ഗോളും GAOL തമ്മിലുള്ള വ്യത്യാസം എന്നാ? GOAL ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? എയിം, ടാർജറ്റ്, ഒബ്ജക്റ്റ്, ലക്ഷ്യമൊക്കെ അങ്ങനെ. എയിം, ടാർജറ്റ്, ഒബ്ജക്റ്റ്, അതായത് ലക്ഷ്യം. അതാണ് GOAL ഗോളിൻ്റെ മീനിങ്. ഇനി JAOL ആണല്ലോ ജയിൽ, അതായത് ജയിലില്ലേ, പ്രിസൺ. അപ്പം GOAL എന്ന് പറഞ്ഞാൽ ഗോൾ വരുന്നത് എയിം, ടാർജറ്റ്, ഒബ്ജക്റ്റ്, അതായത് ലക്ഷ്യം എന്ന് പറയും. GAOL ആണെങ്കിൽ ജയിൽ. അപ്പോൾ ഇത് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്പെല്ലിംഗ് ഡിഫറൻസ് അതൊന്ന് ഓർത്ത് വെച്ചോണം. GOAL ആണെങ്കിൽ എയിം, ടാർജറ്റ്, ഒബ്ജക്റ്റ് അങ്ങനത്തെയൊക്കെ ലക്ഷ്യം എന്നുള്ള അർത്ഥങ്ങളൊക്കെ വരും. പിന്നെ GAOL ആണെങ്കിൽ ജയിൽ. ഇനി അർബനും അർബൈനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അർബൻ എന്ന് പറഞ്ഞാൽ എന്നാ? സിറ്റിയോ ടൗണോ നഗരത്തെ സംബന്ധിച്ചൊക്കെയുള്ള ഓഫ് എ സിറ്റി ഓർ ടൗൺ. ഇനി അർബൈൻ എന്ന് പറഞ്ഞാൽ എന്നാ? അർബൈൻ്റെ അർത്ഥം അതായത് ഗുഡ് അറ്റ് നോയിങ് വാട്ട് ടു സേ ആൻഡ് ഹൗ ടു സേ ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്. അതായത് ഇപ്പോൾ ആ വ്യക്തി നല്ലതാണെങ്കിലും അല്ലെങ്കിലും സോഷ്യൽ സിറ്റുവേഷൻ, പബ്ലിക് പ്ലേസിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ ഈ വ്യക്തിക്ക് അറിയാം. അതിനാണ് അർബൈൻ എന്ന് പറയുന്നത്. പൊളൈറ്റ്, റീഡിഫൈൻഡ് അങ്ങനെയൊക്കെ തന്നെ മീനിങ് ഉണ്ട്. അതായത് ഗുഡ് അറ്റ് നോയിങ് വാട്ട് ടു സേ and how to behave in social situations. അതായത് സോഷ്യൽ സിറ്റുവേഷൻസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം അയാൾ നല്ല വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും ഇയാൾ പബ്ലിക് പ്ലേസിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിന് പറയുന്നതാണ് അർബൈൻ. URBANE. അർബൻ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് നഗരത്തെ സംബന്ധിച്ച് സിറ്റി, ടൗൺ അതിനൊക്കെ പറയുന്നതാണ് അർബൻ. അർബൈൻ എന്ന് പറഞ്ഞാൽ ഗുഡ് അറ്റ് നോയിങ് വാട്ട് ടു സേ ആൻഡ് ഹൗ ടു ബിഹേവ് ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്. ഇനി ഡിസീസ്, DECEASE. ആ ഡിസീസ് എന്താ? ഡെത്ത്, മരണം. ഇനി DISCAC ആണല്ലോ ഇൽനെസ്, രോഗം. അപ്പം DECEAC ഡിസീസ് ആണെങ്കിൽ മരണം, ഡെത്തും. DISCAC ആണെങ്കിലോ ഇൽനെസ്സും.